അപ്പോൾ നമ്മൾ നൈറ്റ് സഫാരി നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ എന്തായാലും എൻട്രൻസിൽ നമ്മുടെ ടിക്കറ്റ് ഫോണിലാണ് ഇരിക്കുന്നത്. ടിക്കറ്റ് കാണിച്ചിട്ട് നേരെ എൻട്രൻസ് വഴി നേരെ അകത്തോട്ട് കയറാം. കയറാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. എത്ര സമയം എടുക്കുമെന്ന് അറിയത്തില്ല കയറാനായിട്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ കയറി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. ട്രെയിൻ പോലത്തെ ഒരു സംഭവം കേട്ടോ. അതിൽ നമ്മൾ കയറിയ നമുക്ക് അകത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. നമുക്കാണെങ്കിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും ഓരോ രണ്ട് സൈഡിലായിട്ട് അനിമൽസിനെ കാണാൻ പറ്റും. ചില അനിമൽസ് നമ്മുടെ ഈ ഒരു ട്രാമിൻ്റെ തൊട്ടടുത്തായിരിക്കും, ചിലത് കുറച്ച് ദൂരെയായിരിക്കും. അപ്പോൾ അതുമല്ല നമുക്ക് ഇവിടുത്തെ ട്രിവാൻഡ്രം സൂവിലൊക്കെ കാണുന്ന പോലത്തെ മറ്റേ വലിയ നെറ്റിൻ്റെ ഇതോ ബാരിക്ക് അങ്ങനത്തെ ഒരു സാധനമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് നേരെ അനിമൽസിനെ കാണാൻ പറ്റും. നമ്മളാണെങ്കിൽ ഒരു കാട്ടിലൂടെ പോകുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. ഒരുപാട് അനിമൽസ് ഉണ്ട്. രാത്രി ആയതുകൊണ്ട് നമുക്ക് കുറേ അനിമൽസിനൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ലൈറ്റൊക്കെ ഭയങ്കര കുറവാണ്. മിനിമം ആയിട്ടുള്ള ലൈറ്റ്സാണ്. കണ്ടില്ല, ഇത് ലയണാണ്. അപ്പം കുറച്ചൊരു ഫോക്കസ് ലൈറ്റ് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കൂടാണ്ട് ഒരുപാട് അനിമൽസ് ഉണ്ട്. ഞങ്ങൾ ആകെ കുറച്ച് അനിമൽസിനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം ഇരുട്ടായതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് അവിടെ ഈ സഫാരി നടക്കുന്നത്. ബാക്കിൽ നിന്ന് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോ സ്ഥലം എത്തുമ്പോഴും ഇവരാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിലും ട്രാമ്പിൽ ഇങ്ങനെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. റെക്കോർഡായിട്ട് ഓരോ അനിമൽസിനെ പറ്റി ഏതൊക്കെ അനിമൽസാണ് അതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് കാണുന്നതെല്ലാം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിക്ക് വിഷമു. അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ഒട്ടുക്കത്തെ എക്സ്പെൻസീവ് ആണോ, രക്ഷയില്ല. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കണ്ട് ഫുൾ ഇറങ്ങി. എന്നിട്ട് ഇപ്പം നമ്മളിപ്പം തിരിച്ച് പോകാൻ പോവാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വരുമ്പോഴത്തേക്കിനും, അറിയാത്ത ആൾക്കാരാണ് ഇങ്ങോട്ട് വരുന്നത്, ഫസ്റ്റ് വരുമ്പോഴത്തേക്കിനും നമ്മൾ ഫസ്റ്റ് വാക്ക് ചെയ്ത് കാണാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ കണ്ടതിന് ശേഷം മാത്രം നമ്മൾ മറ്റേ ആ ട്രെയിൻ പോലത്തെ സംഭവത്തിൽ കയറണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉള്ള കിള്ളം സ്പോട്ടാണ്. ഞങ്ങൾക്ക് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ലേറ്റ് ആയിട്ട് ഒരുപാട് ഇരുട്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് കയറിയത്. പക്ഷേ വെർത്താണ് കേട്ടോ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സിംഗപ്പൂർ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് സ്പോട്ടിൽ ഒന്നാണിത്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക. ബൈ.